ഒന്ന് ചൊറിഞ്ഞ പോലെ തോന്നി നമ്മുടെ ഷിയാസ് കരീം പറഞ്ഞപ്പോ. അവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യും? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവന്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കും? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ല. 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്, കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചു. പക്ഷേ അവന്റെ വാക്കുകളെയോ അവന് വാക്കിന് മറുപടി പറയുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ? ചാണാപ്പുഴ വന്നിട്ട് ഉമ്മ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. ആര് മൈൻഡ് ചെയ്യുന്നു? അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവന്റെയൊക്കെ വാക്കിനെ ആര് വിശ്വസിക്കും? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ പുറത്താക്കി. ഞാൻ തമാശ പറഞ്ഞല്ല. നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഇച്ചിരി വന്നു പോയതല്ലേ. ഒരു പുസ്തകം എല്ലാ ദിവസവും പുറത്താക്കും. വൈകുന്നേരം കയറും. ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. എന്റെ ഉമ്മാനെ ഞാൻ പുറത്താക്കിയെന്ന് എന്റെ വല്യമ്മ ധരിക്കണം. വല്യമ്മ ധരിക്കണം. ഇവരൊക്കെ റമദാൻ മാസമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ പേടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതാണ്. ഞാൻ 10 കഴിച്ച് ഇരിക്കും. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരും? ഇതാണ് ആ ചെങ്ങായിന്റെ സ്വഭാവം. വേറും വൃത്തിയായിട്ട് സ്വഭാവം. ഒന്നും പറയാനില്ല. പുറത്തൊന്നും ആക്കിയിട്ടില്ല. ആരും പറയണ്ട പുറത്താക്കി. നീ ഈ ജാതി കൊള്ളരായിക പറഞ്ഞത് പറഞ്ഞു. ഇനി നിന്റെ നാവെടുത്ത് ആരോടെങ്കിലും പറഞ്ഞാ നിന്റെ ചെകിളി ഞാൻ അടിച്ച് ഞാൻ പൊളിക്കും. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.